Santosh. It's high, right? Thank you so much. Thank you being part of EVM Cricket League Season 3. സോ നമ്മുടെ ലാസ്റ്റ് 2 സീസൺ അല്ലെങ്കിൽ 3 സീസൺ വളരെയധികം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു 3ാമത്തെ സീസണിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ശരിക്കും വളരെയധികം സന്തോഷമുണ്ട്. വളരെ ഭംഗിയായി രാവിലെ 7 മണി മുതൽ ഈ ഒരു 8 മണി വരെ നമ്മൾ എല്ലാവരും ഫുൾ ജോഷിൽ നമ്മൾ എല്ലാവരും നിൽക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ദ വിന്നേഴ്സ് ആൻഡ് റണ്ണേഴ്സ് ആർ അവര് ഹോണ്ട ട്രിവാൻഡ്രം ടീം എക്സ്പെഷ്യലി ഹാൻഡ്സ് ഓഫ് യു. വൈ? ബിക്കോസ് ഇന്നലെ വൈകുന്നേരം ഓഫീസ് ടൈം കഴിഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്ത് രാവിലെ 7:30 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയ ടീമാണ്. അവർക്ക് എന്തായാലും സ്പെഷ്യൽ ആയിട്ട് കയ്യടി കൊടുക്കണം. 2014 അല്ലെ 2014 EVM നടന്ന ലാസ്റ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ചാമ്പ്യൻസ് ആയിരുന്നു EVM ഹോണ്ട. അതിനുശേഷം ഉണ്ടായ ഇവന്റ്സ് അവർ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ വർഷമൊന്നും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും 2025 ആദ്യത്തെ ഈ HR ആക്ടിവിറ്റിയിൽ പങ്കെടുത്ത് റണ്ണേഴ്സ് അപ്പ് ആയി അടുത്ത വർഷം എന്തായാലും വിന്നറായിട്ട് തന്നെ നമുക്ക് ട്രോഫി കൊണ്ട് പോകാം. എന്തായാലും താങ്ക് യു സോ മച്ച്. വളരെയധികം വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ നമ്മൾ എല്ലാവരും നിന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലോസിംഗ് സെറമണിയിൽ നമ്മുടെ ഹോസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് മിഥുൻ ചേട്ടനാണ്. മിഥുൻ ചേട്ടൻ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. HOL എല്ലാവർക്കും അറിയാം. മിഥുൻ ചേട്ടൻ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു MD ആൻഡ് ഓൾസോ ഇസുസുവിന്റെ CEO കൂടിയാണ്, നമ്മുടെ യങ്ങസ്റ്റ് CEO ഇൻ EVM ഗ്രൂപ്പ്. മിഥുൻ ചേട്ടൻ പ്ലീസ് വെൽക്കം. ഓൾസോ നമ്മുടെ രാവിലെ 7:30-8 മണിക്ക് നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങിയ ആ സമയം മുതൽ ഈ നേരം വരെ നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നമ്മളതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കെയർ ചെയ്ത് നിൽക്കുന്ന ഞങ്ങളുടെ സ്വന്തം HR ഹെഡ് അഖിൽ സർ പ്ലീസ്. ബിൻചേട്ടൻ മാത്രമല്ല കേട്ടോ, ബിൻചേട്ടൻ്റെ ഫാമിലി ഉണ്ട്, ലൂക്കിൻ്റെ വൈഫ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ വെറുതെ ഇല്ല പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ബി ഹിയർ. ഇന്നത്തെ ഈ ഒരു ടൂർണമെന്റിന് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മിഥുൻ ചേട്ടൻ്റെ വാക്കിലേക്ക് പോകും അല്ലേ? കാരണം EVM ഗ്രൂപ്പിൽ ഇപ്പോൾ 176 ഫോളോവേഴ്സ്, അത് 2002 ഫോം ചെയ്ത സെക്കൻഡ് മോസ്റ്റ് സീനിയർ ടീം ആൻഡ് എല്ലാ ടീമിലെയും ആക്ടിവിറ്റിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞത് ചെയ്യുന്നുണ്ട്. സോ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ടു HR ടീം, എസ്പെഷ്യലി ഇതുപോലെ തന്നെയായിരുന്നു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു താങ്ക്സ് ടു അർജുൻ. അർജുൻ ബേസിക്കലി നമ്മുടെ ട്രെയിനറായിട്ടാണ് EVM ഗ്രൂപ്പിൽ ഒഫീഷ്യലി ഉള്ളതെങ്കിലും ഓൾ ആൻഡ് ഓൾ ആണ്. ഞാൻ അഖിലുമായിട്ട് അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് എന്ത് പ്രോഗ്രാമും ഔട്ട് ഓഫ് ഓർഡർ ഉണ്ടെങ്കിൽ ഡെസിഗ്നേറ്റഡ് റോളിലില്ലെങ്കിൽ പിന്നെ അത് അർജുൻ്റെ റോളാണ്. അതിപ്പോൾ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് നടത്തുന്നത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓണം നടത്തുന്നതായിക്കോട്ടെ, ക്രിസ്മസ് സെലിബ്രേഷൻ ആയിക്കോട്ടെ, അപ്പോൾ അർജുൻ എല്ലാം ഇപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു അർജുൻ. ഓഫ് കോഴ്സ് തിരുവനന്തപുരം ടീം, ഞാൻ വിന്നേഴ്സായിട്ടുള്ള കൊച്ചിയേക്കാൾ ഉപരി ഞാൻ തിരുവനന്തപുരത്തിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തോട്ടെ. കാരണം അവർ ഇന്നലെ ഫുൾ ഡേ ഓഫീസ് അവേഴ്സ് സ്പെൻഡ് ചെയ്ത് അതിന് ശേഷം മാത്രം അത്രയും ദൂരെ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഇത്രയും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ട്രിവാൻഡ്രം ഹോണ്ട ടീമിന് ഒരു സ്പെഷ്യൽ അടുത്ത വർഷം നിങ്ങൾ വിൻ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓഫ് കോഴ്സ് കമ്മിങ് ബാക്ക് ടു മൈ ടീം, ഞങ്ങൾ കോർപ്പറേറ്റിലായതുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ കോർപ്പറേറ്റ് ടീം ആണ്. കൊച്ചി ഫോക്സ് വാഗൻ, ലിൻഡോ, സഞ്ജയ്, എല്ലാ സുനിലേട്ടൻ, എല്ലാവരും, അബു, എല്ലാവരും ഉണ്ട്, ഫ്രെഡിയൊക്കെ ഉണ്ട്, അപ്പോൾ മനോജുണ്ട്. അപ്പോൾ congratulations to the winners, congratulations to the organizers for this great tournament. Thank you. അഖിൽ സർ. താങ്ക് യു. ഗുഡ് ഈവനിങ്. മിഥുൻ പറഞ്ഞ പോലെ ഞാൻ സ്പെഷ്യൽ താങ്ക്സിന് അർഹനല്ല. ഞാൻ ഈ കോർഡിനേഷനിൽ ആളായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നുള്ളൂ, കാരണവരെ പോലെ. ശരിക്കും മറ്റുള്ള എല്ലാ പണിയും ചെയ്യുന്നത് അർജുനും ആനന്ദും റോണലും ജോസഫും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട, ക്രെഡിറ്റ് ശരിക്കും അവർക്കുള്ളതാണ്. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ട്രിവാൻഡ്രം ടീം. മിഥുൻ പറഞ്ഞ പോലെ തന്നെ ഇത് എൻ്റെ നെക്സ്റ്റ് ഡോർ ബോയ്സാണ്. ഞാനിപ്പോഴും കാണുന്ന ആൾക്കാരാണ്.
ഞാൻ രാവിലെ വെറുതെ ഇങ്ങനെ എൻ്റെ വായിന്ന് വന്നത് ഓട്ടോമാറ്റിക്കലി അതെ കപ്പലാണ് കുടുംബത്തോട്ട് കയറിയിട്ട് വന്നത്. കാരണം പിന്നീട് മനസ്സിലായി ഞാൻ കോർപ്പറേറ്റ് ആണല്ലോ, എനിക്ക് ഏത് ടീം ജയിച്ചാലും ഒരുപോലെയാണല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ വന്നു പോകുന്നതാണ്. ഞാൻ ഒരേ ബിൽഡിങ്ങിൽ ഇരിക്കുമ്പോൾ ഞാൻ സ്ഥിരം കാണുന്ന ടീമായതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഹോണ്ട ഈ കപ്പ് അലങ്കരിക്കുന്നതിൻ്റെ ഒരു വലിയൊരു കാര്യം തന്നെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ നോമിനേഷൻ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്, അങ്ങനത്തെ ഒരു പരാതി കേട്ടിരുന്നു. ഇപ്രാവശ്യം അതെ 16 ടീം പെട്ടെന്നായിരുന്നു. നമ്മൾ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയായപ്പോഴേക്കും ആ സാധനം ക്ലോസ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്കറിയാം അതിൻ്റെ പുറകിൽ കൊച്ചിയിൽ നിന്ന് തന്നെ കൊച്ചി സ്കോഡ അങ്ങനെ പല CEO ലെവലിൽ പോലെ ആൾക്കാർ വിളിച്ചത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവസരം തരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ ഇനോഗ്രേഷൻ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രോഗ്രാമിൻ്റെ വിജയം നിശ്ചയിക്കുന്നത് പ്രോഗ്രാം അവസാനിച്ചതിന് ശേഷമാണ്. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ പ്രോഗ്രാം ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത്. കാരണം ഏതൊരു HR ആക്ടിവിറ്റി നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കര അഗ്രഷനോട് കൂടിയുള്ള പാർട്ടിസിപ്പേഷൻ ഈ ക്രിക്കറ്റ് ലീഗിൽ കാണാറുണ്ട്. കാര്യമായിട്ട് നമ്മളുടെ എഫേർട്ട് വേണ്ട, അത്രയും അഗ്രഷനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും നടത്താനുള്ളൊരു ഇൻസ്പിറേഷനാണ് HR ടീമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വേറെ അധികം പറഞ്ഞ് ദുരിപ്പിക്കുന്നില്ല, എല്ലാവർക്കും തിരിച്ചു പോകേണ്ടതാണ്, നിങ്ങൾക്ക് തിരിച്ചു വേണ്ടത് എത്തുന്നതാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്, കൺഗ്രാജുലേഷൻസ്. ഞാൻ മാത്രമല്ല കേട്ടോ ചേട്ടാ, എൻ്റെ പിന്നിൽ ആനന്ദ് സാറുണ്ട്, റോണൽഡ് സാറുണ്ട്, ജോസഫ് സാറുണ്ട്. അപ്പോൾ ആനന്ദ് സാർ പ്ലീസ്, ആനന്ദ് സാറിൻ്റെ 2 വാക്കും കൂടി ഇതില്ലാതെ പൂർത്തിയാവില്ല പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു വിന്നേഴ്സ്. ഈ പറഞ്ഞ പോലെ തന്നെ ഹോണ്ട ടീം ഇതിനകത്ത് റണ്ണറപ്പ് എന്ന് നമുക്ക് സ്പെഷ്യൽ എന്താ പറയുക, നമുക്ക് സ്പെഷ്യൽ ഒരു വികാരമാണ്. കാരണം ഈ ഇതിൻ്റെ തലേദിവസം നമ്മളെ ഷാൻചേട്ടൻ വിളിച്ചിരുന്നു. അഖിൽ സാറ് കേട്ടതാണ്, ഒരു 10 മിനിറ്റോളം സംസാരിച്ചു. അതായത് വിഷയം ഇതായിരുന്നു, ഹോണ്ട കൊച്ചിൻ ടീമിന് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനു മുമ്പ് അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം വെച്ചു. അർജുനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, അഖിൽ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്, അതായത് പല പ്രോഗ്രാമും അതിൻ്റെ എൻഡിങ്ങിലാണ് ഇതിൻ്റെ വിജയം നിശ്ചയിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു CEO വിളിച്ചിരുന്നു. അതായത് ഓരോ ഓവറിലും കളി വയ്ക്കാൻ നമുക്ക് എന്തായാലും 25 പേരെ അല്ലെങ്കിൽ 30 പേരിലേക്ക് കളി വേണം, എൻ്റെ പിള്ളേരെ കളിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. സോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡാണ്. കാരണം ആ ഒരു അത്ര റീച്ച് കിട്ടി, അല്ലെങ്കിൽ അത്ര അഗ്രഷൻ എല്ലാ ടീം ഉണ്ടായി നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ. എനിവേ താങ്ക് യു ഫോർ ഓൾ ദ ടീംസ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. വിജയികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾസോ റണ്ണേഴ്സ് അപ്പ് ആൻഡ് താങ്ക് യു ഓൾ. പ്ലീസ്. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, നമ്മളിപ്പോൾ 3ാമത്തെ വർഷമാണ് ഈ ലീഗ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ഉദ്ദേശിച്ചത് സൗത്ത് സോൺ, നോർത്ത് സോൺ, സെൻട്രൽ സോൺ വെച്ച് കളി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഫൈനലി ഇവിടെ നിർത്താനായിരുന്നു. പക്ഷേ നമ്മുടെ കുറേ ഫിനാൻഷ്യൽ കുറേ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് കുറേ പരിമിതി കാരണം നമ്മളിങ്ങനെ ഒരുക്കിയതാണ്. അതാണ് നമ്മൾ 16 വെച്ചിട്ട് പാർട്ടിസിപ്പേഷൻ 16 ടീമിൽ വെച്ചിട്ട് ചെയ്യുന്നത്. കുറേ പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എല്ലാവരും സഹകരിച്ചു. ഇപ്പോൾ അതുപോലെ തന്നെ എല്ലാ പോളിസിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എല്ലാവരും സഹകരിച്ചു. ഇപ്പോൾ നമ്മളുടെ പറഞ്ഞ പ്രൊഫഷണൽസും കാര്യങ്ങളൊക്കെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് മാക്സിമം നല്ല സപ്പോർട്ട് ഉണ്ടാവും, ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ 3 സോണായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഫൈനൽ ഇവിടെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാ ടീമുകളും എല്ലാ ലൊക്കേഷനിലും കോയമ്പത്തൂരിൽ നിന്നും ട്രിവാൻഡ്രം എല്ലായിടത്തും നേരത്തെ തന്നെ വന്നു. അതിന് സീരിയസ്നെസ് ആയിട്ടാണ് എല്ലാവരും കണ്ടത്. അപ്പോൾ അതിനും എല്ലാവരോടും വളരെ താങ്ക്സ് പറയുന്നത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് നമ്മുടെ പരിപാടി എന്താണ് ആൾക്കാർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു സൈഡിൻ്റെ സപ്പോർട്ടും കൂടിയാണ് ഇതിൻ്റെ ഒരു സക്സസ്. അത് എല്ലാവർക്കും നിങ്ങൾ റണ്ണറപ്പായിട്ടുള്ള ടൂർണമെൻറ്റ് ടീമിനും വിന്നേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻ ടീമിനും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അടുത്ത മൈക്ക് സാൻ ഞാൻ ജോസഫ് സാന് കൈമാറുകയാണ്. ടീം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലൊന്നും ഇങ്ങനത്തെ എംപ്ലോയി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് HR ടീമിന്റെ സപ്പോർട്ട് കൂടി തന്നെ എല്ലാ സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാൻ പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, സാറ് പറഞ്ഞ മാതിരി 20-23 ബ്രാൻഡുകൾ നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 6 മാസം കണ്ട ആൾക്കാരും ഇപ്പോഴും ഉണ്ട്, കുറേ ആൾക്കാർ പോയിട്ടുള്ളൂ. ഇതൊന്നും വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടി പോയതായിരിക്കാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം
ഉണ്ടായത് ഞങ്ങളുടെ എം ജിന്ന് മൂന്ന് ടീം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത് പാർട്ടിസിപ്പേഷൻ അവസരം കിട്ടിയില്ല. നോമിനേഷൻ ക്ലോസ് ചെയ്തിരുന്നു. എനിവേ ഇങ്ങനെ ഈ ഒരു കോർഡിനേഷന് അല്ലെങ്കിൽ ഇതുമായി സപ്പോർട്ട് തരുന്ന മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനി പ്രോഗ്രാംസ് ഇതുമാറ്റി നമ്മൾ ഓർഗനൈസ് ചെയ്യും. ഞങ്ങളെല്ലാവരും പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ജയിച്ച ടീമിനും റണ്ണേഴ്സപ്പിനും ബിഗ് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ അവാർഡ് സെറമണിയാണ്. അതിനു മുമ്പ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടൂർണമെന്റിനകത്ത് വളരെ സക്സസ്ഫുൾ ആയ ഈ ഒരു ടൂർണമെന്റ് ഇത് എങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മുടെ 8 മണിക്ക് മാച്ച് തുടങ്ങിയ മുതൽ നമ്മളെ സഹായിച്ച നമ്മുടെ അമ്പയറിംഗ് ടീമുണ്ട്. അമ്പയറിംഗ് ടീമിൽ മിസ്റ്റർ ഷാർഫു, ഇംതിയാസ്, നിഖിൽ, സൂരജ്, ഒപ്പം ക്രിക്കറ്റ് ഹീറോസിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ എല്ലാ മാച്ചസും പെട്ടെന്ന് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ ചെയ്തു തന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി മുതൽ തന്നെ ഞങ്ങളെ വിളിച്ച് ലിങ്ടോന്റെ കൂടെ വിളിച്ച് എപ്പോഴാ ടീം തരാ എന്ന് ചോദിച്ച് 24-ാം തീയതി ഫൈനൽ ലിസ്റ്റ് കൊടുത്ത് 25-ാം തീയതി രാവിലെ 8 മണിക്ക് ലിങ്ക് എനിക്ക് അതിന്റെ വീഡിയോ ആ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. നമ്മുടെ ലീഗ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തെന്ന സെയ്ദ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത് പ്രത്യേകം ഒരു താങ്ക്സ് പറയേണ്ടത് സെയ്ദിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് കൂടിയായിരുന്നു അദ്ദേഹം. രാവിലെ വന്നിരുന്ന് ഇത്രയും നേരം നമ്മുടെ കളി കൺട്രോൾ ചെയ്തു തന്നു. താങ്ക് യു സെയ്ദ്, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ അടുത്തൊരു നന്ദി പറയാനുള്ളത് അഭിനാഷിനോടാണ്. അഭിനാഷ് കുറെ നേരമായിട്ട് നമ്മുടെ ബിഹൈൻഡ് ദ സ്ക്രീനിൽ ഇരിക്കുന്ന ഒരാളാണ് അഭിനാഷ്. ഞങ്ങൾക്ക് രാവിലെ മുതൽ ഇതുവരെ ഇപ്പോഴും യൂട്യൂബ് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിനാഷിന്റെ ആ ഒരൊറ്റ ഒരു എഫേർട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. താങ്ക്സ് ടു അഭിനാഷ്. ലിൻഡോ, സഞ്ജയായിട്ട് നിങ്ങളാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നമുക്ക് ഈ ഒരു ടർഫ് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഗോഡ് ക്ലബിന്റെ ഓണേഴ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മാത്രമല്ല ഇവിടെ ആക്ച്വലി ഞങ്ങൾ വന്ന് നോക്കി പോയി. അപ്പോഴൊന്നും ഇത് ഒരു എന്താണ് പറയുക ജ്യൂസ് കൗണ്ടർ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ ചോദിച്ചതാണ് തലേ ദിവസം, അല്ലെ ഇന്നലെ വന്നപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും വഴിയുണ്ടോ, കാരണം ഇതൊരു ഇവിടെ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കൊടുക്കാൻ വഴിയുണ്ടോ ചോദിച്ചു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പയ്യൻ പറഞ്ഞു സാധ്യത കുറവാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഫുൾ ജ്യൂസ്, സ്നാക്സ്, എല്ലാ സാധനങ്ങളും റെഡിയാക്കി തന്നു. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഫ്രം EVM ഗ്രൂപ്പ്. താങ്ക് യു സോ മച്ച്. ഒപ്പം നമുക്ക് ഇതിൽ ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്ന വിനി സാർ നമ്മൾ ഓൾറെഡി രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. വിനി സാറിന്, അതുപോലെ തന്നെ യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, അതുപോലെ തന്നെ എല്ലാ ടീം മെമ്പേഴ്സിനും, അതുപോലെ തന്നെ അക്കൗണ്ട്സ് ടീം സുല്ലേട്ടൻ ആൻഡ് സുല്ലേട്ടൻ്റെ ടീം, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്രിയേറ്റീവ്സും അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ ഇതെല്ലാം വളരെ മനോഹരമായി TV ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും മൈക്ക് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഓണർ ആയിട്ടുള്ള ബെൻ. സോ ഇവിടെ ഇല്ല എങ്കിലും ബെന്നിനും ഞങ്ങൾ താങ്ക്സ് പറയാണ്. സോ ഇനി നമ്മൾ നമ്മുടെ അവാർഡ് സെറമണിയിലേക്ക് കിടക്കാം. ഇന്ന് കളിച്ച 4 മാച്ചിലും മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള സഞ്ജയേട്ടൻ തന്നെയാണ്. ഈ 4ാമത്തെ മാച്ചിൽ 3 മാച്ചിലും കഴിഞ്ഞു 4ാമത്തെ മാച്ചിലും സഞ്ജയേട്ടൻ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. മാൻ ഓഫ് ദ മാച്ച് കളക്ട് ചെയ്യുന്നതിന് സഞ്ജയേട്ടനെ സ്വാഗതം ചെയ്യുന്നു. Thank you so much. Thank you സഞ്ജയേട്ടൻ. ഇന്ന് നമ്മുടെ ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആദർശ് KP ഫോർട്സ് വാഗൻ കോട്ടയമാണ്. അവരില്ല. താങ്ക് യു സോ മച്ച്. അവർക്കുള്ള ട്രോഫി നമുക്ക് കോട്ടയത്തേക്ക് എത്തിച്ചു കൊടുക്കാം. ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു ആദർശിനുള്ള ട്രോഫിയും അതുപോലെ തന്നെ മൊമെന്റോ ഇവിടെ അവൈലബിൾ ആണ്. സോ അത് ആദർശിനെ എത്തിക്കും. ബെസ്റ്റ് ബൗളർ ആരായിരിക്കും? ബെസ്റ്റ് ബൗളർ സഞ്ജയ്. ആരായിരിക്കും? ഹോണ്ട ടീം ആരായിരിക്കും? ഇറ്റ്സ് വൺ ആൻഡ് ഓൺലി അനന്തു. പ്ലീസ് അനന്തു. ഒരു കളിയില് ആ കളിയുടെ സാഹചര്യം ഉണ്ടായിരുന്നത് അനന്തു പ്ലീസ് ഒന്ന് സ്റ്റേ ബാക്ക്. ആ കളിയുടെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. 18 ബോളില് 11 റണ്ണായിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നത്. ആ
കളി ഒറ്റയ്ക്ക് ജയിപ്പിച്ച ആളാണ് അനന്തു. ഗ്രേറ്റ്. ഒപ്പം ഫീൽഡിംഗ് ടീമിന്റെ സപ്പോർട്ട് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ആ കളിനെ തിരിച്ച് അനന്തുവാണ് അല്ലെ. 6 വിക്കറ്റ്സ്. ഗ്രേറ്റ്, സൂപ്പർ. ഇനി അടുത്തത് നമ്മുടെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആണ്. അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. 4 മാൻ ഓഫ് ദ മാച്ചോട് കൂടിയിട്ട് വീണ്ടും സഞ്ജയൻ അത് കൊണ്ടുപോയിരിക്കുകയാണ്. ഞാൻ രാവിലെ പറഞ്ഞു ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. സഞ്ജയുടെ പറഞ്ഞ കടയിൽ നിന്നാണ് ഞങ്ങൾ ട്രോഫി വാങ്ങിച്ചത്. ഇത് അവിടെ കൊണ്ട് മറച്ചു വെക്കരുത്, മറച്ചു വെക്കരുത്. താങ്ക് യു സോ മച്ച് സഞ്ജയൻ. നമുക്കറിയാം ഒരു ടൂർണമെന്റ് ആവുമ്പോൾ എന്തായാലും ഒരു വിജയി അതിനകത്ത് ഉണ്ടാവുള്ളൂ എന്നറിയാം. എങ്കിലും വിജയ്ക്ക് തുല്യമായിട്ട് തന്നെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള EVM ഹോണ്ട ട്രിവാൻഡ്രം ടീമിന്റെ ക്യാപ്റ്റൻ അഭിലാഷ്. പ്ലീസ്. നമ്മൾ എല്ലാ പ്ലേയേഴ്സിനും ഇൻഡിവിജ്വൽ മെഡൽസും കൂടി ഒരുക്കിയിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് മെഡൽ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് ടീം മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് കളക്ട് ചെയ്യണം. പ്ലീസ് സർ. അതെ, വെള്ളി മെഡലാണ്. പ്ലീസ്. ടീം മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ പോകുന്ന അങ്ങനെ ടീം മെഡൽ നമുക്ക് കപ്പ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കാം. Thank you so much. Abhilash, come on, please collect your trophy, runners-up trophy. വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ഇനി ഇത് മാത്രമല്ല, ചെറിയ ഒരു ചെറുത്, വളരെ ചെറുത് എന്ന് പറയാം, ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസ് കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയൊരു ക്യാഷ് പ്രൈസ് കൂടി ഉണ്ട്. പ്ലീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടീം. നമുക്കിത് കഴിഞ്ഞിട്ട് ഫോട്ടോ കൂടി എടുത്തിട്ട് പോകണം. അതിനു മുമ്പ് ഈ ഒരു ടൂർണമെന്റിന്റെ റണ്ണേഴ്സ് അപ്പിന്റെ ക്യാപ്റ്റൻ അഭിലാഷ് ചേട്ടൻ, പ്ലീസ് ഫോർ ഫ്യൂ വേർഡ്സ്. എടുത്തുപോയുള്ള കാര്യമല്ലേ, ഈ 16 ടീം കളിച്ചത്, ഈ 16 ടീമും നല്ല ടീമായിരുന്നു. എല്ലാം പറയുന്നത് ഈ ഇൻഡിവിജ്വലായിട്ട് പറയാൻ എല്ലാ ടീമും നല്ലതായിരുന്നു. പിന്നെ ഈ ടീം വർക്ക് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പോരായ്മകൾ കാരണം പല ടീമുകളും പോയത്. അപ്പം അതിനെടുത്ത് പറയാൻ സഞ്ജയ് പക്ക കോൺഫിഡൻസ് ആയിരുന്നു. ഒരു ടീം വർക്ക് എന്നുള്ളത് പക്ക ഞാൻ വെറുതെ നല്ല ടീം വർക്കായിരുന്നു. കോൺഫിഡൻസ് ആണ്, കോൺഫിഡൻസ് ആണ്. ഞങ്ങൾ ഫസ്റ്റത്തെ കളി കളിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കളി വിട്ടതാണ്. പിന്നെ നമുക്ക് എന്തോ നമുക്ക് ഇന്ന് ഇതേ നമ്മളായിരുന്നു.
ഈ ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ബാക്ക് വരെ നിൽക്കുന്നു. അങ്ങനെ എനിക്ക് എടുത്തു പറയാൻ 2 പേരുടെ പേര് പറയാനുണ്ട്. അത് ഞങ്ങളുടെ സർവീസ് ഹെഡ് കൃഷ്ണ സാറും അവർ നമ്മൾ പുഷ് ചെയ്ത് നിങ്ങൾ പോയി കളിക്കി ജയം തോൽവിയൊക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കളിക്കുന്നുണ്ട്, നമ്മൾ പുഷ് ചെയ്ത് വിട്ടവരാണ്. സ്പെഷ്യൽ താങ്ക്സ് പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ടൂർണമെന്റ് സാധാരണ നടത്താറുണ്ട്. നിങ്ങൾ ഈ കളിക്കാൻ വന്നതിനെ കാട്ടി ഈ പറഞ്ഞ കോർഡിനേഷനാണ് ഏറ്റവും നല്ല കോർഡിനേഷൻ നമ്മൾ മെയിനായിട്ട് പറയാറുണ്ട്. അതിൽ അർജുൻ സാറും ടീം നല്ല ഒരു എന്താ പറയുക നല്ല ഫിനിഷിയായി കളി തീർക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നത് അർജുൻ സാറും നന്ദി പറയുന്നു. So this is the words from our runners-up captain. Thank you, Abhilasha. Thank you, entire EDM Honda team, and congratulations once again. Then our winners team, Sanjay and team, please come up and collect your medals. സുനിൽ ഷെട്ടി, അബു താഹിർ, കയ്യിൽ സ്റ്റീൽ ബോർഡുമായി ഇന്നലെ ജോയിൻ ചെയ്ത് ഇന്ന് കളിക്കാൻ ഇറങ്ങിയ ഫ്രെഡി. അല്ല, പുള്ളി ആക്സിഡന്റ് ആയിട്ട് 3 മാസം ലീവിലായിരുന്നു. തിരിച്ച് ജോയിൻ ചെയ്തതല്ലോ. തിരിച്ച് റോഡ് കഴിഞ്ഞപ്പോൾ കിടപ്പുണ്ട്. വീട്ടിൽ നിന്ന് കളിക്കാൻ സുനിൽ ചിക്കൻ ബോക്സ് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആരും പഠിക്കില്ല. Thank you so much. So I would like to invite Sanjay to collect the trophy. Please. ചെറിയൊരു ക്യാഷ് പ്രൈസും കൂടിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഇനി സഞ്ജയിനോട് സാധാരണ നമ്മൾ ഈ കമന്റ് ആയിട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ പോകണം. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ പറയാം. സാധാരണ നമ്മുടെ ഹർഷ ബോക്സിലേക്ക് ചോദിക്കുന്ന അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സഞ്ജയ് ഏട്ടൻ, കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. 4 മാച്ചിലും മാൻ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ ടൂർണമെന്റ് ആൻഡ് ഓൾസോ വിന്നർ. ഈ വർഷത്തെ മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെയും വിന്നർ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? ക്രിക്കറ്റ് ആയാലും പുറത്ത് കളിക്കാൻ പോകുന്ന ഏത് രാത്രി ആയാലും നമ്മൾ കൃത്യമായിട്ട് ജില്ലയ്ക്ക് അറിയാം. ചില ദിവസങ്ങളൊക്കെ വെളുപ്പാങ്കാലം 3:30 മണിക്കായിരിക്കും കളി കഴിയുന്നത്. അത് കഴിഞ്ഞ് പോയി 2 മണിക്കൂർ കളി തിരിച്ച് ഓഫീസിൽ. ഗ്രേറ്റ്. പിന്നെ ദിവസം കളിക്കാൻ പോകുന്ന ആർക്കും അറിയില്ല, ജോലിയില്ല തടസ്സപ്പെടുത്താറില്ല. പിന്നെ ആപത്തുള്ള കാലത്തോളം കളിക്കണമെന്നാണ് ഏറ്റവും വലിയ കാര്യം. ഗ്രേറ്റ്. അടുത്ത ചോദ്യം എന്റെ അതായിരുന്നു. ഹോണ്ട ടീമിലും അതുപോലെ തന്നെ ലിൻഡോ ചോദിക്കുന്നുണ്ടായിരുന്നു, സഞ്ജയ് റിട്ടയർ ചെയ്യുക. കാരണം റിട്ടയർ ആയിട്ട് വേണം ലിൻഡോക്ക് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ടായിരുന്നു. താഹിർക്കാനും അതുപോലെ തന്നെ സഞ്ജയനും ക്യാപ്റ്റൻസി വിട്ടുകൊടുക്കൂല, റിട്ടയറില്ല. പിന്നെ സഞ്ജയിനെ അറിയാം, നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് ഇതിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ടൂർണമെന്റ് നടത്തിക്കുന്നതിനുള്ള ഒരുപാട് സ്ട്രഗിൾസ് ഉള്ളത്. അത് ഞങ്ങളെക്കാളും കൂടുതലൊന്ന് സഞ്ജയിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും അവർക്കും, എക്സ്പെഷ്യലി ട്രിവാൻഡ്രം ടീമിനും നമ്മുടെ ബാക്കിയുള്ളവർക്കൊക്കെ. പ്ലീസ്. ശരിക്കും ഇത് ആദ്യം മുതൽ ഞാൻ ലിൻഡോ അതിൻ്റെ പുറകിലുണ്ട്. കാരണം
അർജുനും അതിന് ടീമും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഈ ടൂർണമെന്റ് ആദ്യം അപ്രോഡ് കിട്ടാനും ആ ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടഫ് കിട്ടിയത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ യുണൈറ്റഡ് കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഒത്തിരി ടഫ് നോക്കിയിട്ട് ഒരു ശബ്ദം കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ ചെമ്പൂരിൽ പോയിട്ട് ഒരു ടഫ് ബുക്ക് ചെയ്തു, ജബുലാൻ. അതിൽ ഒരു ദിവസം കളിക്കാൻ പോയപ്പോൾ മനസ്സിലായി ഈ ടഫിൽ ഒരിക്കലും കളി നടക്കില്ല. അങ്ങനെയാണ് കുറച്ച് ലോങ് ആയാൽ എന്താ ഈ ടഫ് വലിയ കുഴപ്പമില്ല. നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത് ജബുലാനി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ ഒരു പ്രാവശ്യം കളിച്ചിട്ടുള്ള ആർക്കും ക്രിക്കറ്റ് കളി അല്ല അവിടെ നടക്കുന്നത്. എല്ലാവർക്കും പ്രത്യേകിച്ച് അമ്പയർമാരോട് നിൽപ്പുണ്ട്. അവർക്കറിയാം. അത് അങ്ങനെയാണ് ഒഴിവാക്കി. മാത്രമല്ല ഇത് സെലക്ട് ചെയ്യാൻ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു റൂഫ് തന്നെയാണ്. കാരണം നമ്മുടെ എംപ്ലോയീസിന്റെ ഹെൽത്ത് എപ്പോഴും നമ്മളാണ് കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. അത് രാവിലെ മുതൽ ഇതുവരെ വെയിലില്ലാതെ വളരെ സുഖമായിട്ട് തന്നെ എംപ്ലോയീസിനെ കളിക്കാൻ പറ്റി അല്ലെ, എല്ലാ ടീമുകൾക്കും കളിക്കാൻ പറ്റി. നല്ല ടൂർണമെന്റ് ആയിരുന്നു അല്ലെ. സോ താങ്ക് യു സോ മച്ച്. സോ ഇനി ഞങ്ങള് സീസൺ 4 സംഘടിപ്പിക്കണം വേണ്ടിയോ? ടീം സീസൺ 4 യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ വിന്നർ ആയിട്ടുള്ള വിന്നേഴ്സ് ടീമിന്റെ ക്യാപ്റ്റന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഒഫീഷ്യൽസിന്റെയും നമ്മൾ ടോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അഭിലാഷ് ഞങ്ങൾ 2 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഒറ്റ കാര്യത്തെ പറഞ്ഞു, ചേട്ടാ ഇവിടെ പല കളിയും കാണും, ഈ കളി ആര് ജയിച്ചാലും കുഴപ്പമില്ല, നമുക്ക് വാശിക്ക് കളി ശരിയല്ലേ? ഗ്രേറ്റ്. താങ്ക് യു അഭിലാഷ്. താങ്ക് യു സോ മച്ച്. എനിക്ക് 2 പ്രധാനപ്പെട്ട വ്യക്തികളോട് പരിചയപ്പെടാനുണ്ട്. നമ്മുടെ എല്ലാ HR ആക്ടിവിറ്റീസിലും നമ്മളുടെ പേറോളിൽ ഇല്ലാന്നേ ഉള്ളൂ HR, പക്ഷെ എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള ആണ്. ഒന്ന് ദിൻഷേഡി, പിന്നെ ലൂക്കിന്റെ ഒരു മുഖം. 2 കൂടോ ലൂക്ക് കേട്ടോ കളിച്ച് വേർത്ത്. ഇത് മിഥുന്റെ ഫാമിലിയാണ്. മിഥുന്റെ എല്ലാ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ലീഡിംഗ് ക്യാരക്ടറാണ്. വുമൻസ് ഡേയുടെ പിറ്റേ ദിവസം ആയതുകൊണ്ട് കൂടുതൽ സന്തോഷം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. സോ സർ താങ്ക് യു. സോ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഇനി ഒരു ഫോട്ടോ സെഷനിൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം ചെയ്യുന്ന സാധനം. അങ്ങനെ സീസൺ 3 നമ്മളിവിടെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. സോ വെയിറ്റിംഗ് ഫോർ സീസൺ 4.